പാർട്ട് ഓഫ് ദാറ്റ്. പിന്നെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ട് 350 പേഷ്യൻറ്റിനെ അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്തിട്ടുള്ളൊരു സ്റ്റാഫാണ് ഞാൻ. അതായത് 350 പേഷ്യൻറ്റിനെ അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്ത് ചിക്കൻ ഗുനിയ സമയത്ത് ഗവൺമെൻറ് സെറ്റപ്പിൽ വർക്ക് ചെയ്തിട്ട് സാലറിക്ക് ഇപ്പോഴും ലോകായുക്തയിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ പൈസ കിട്ടിയില്ല. അങ്ങനെ 350 പേഷ്യൻറ്റിന് ഒരു സ്റ്റാഫ് നേഴ്സ്, 45 പേഷ്യൻറ്റിന് ഒരു സ്റ്റാഫ് നേഴ്സ്, ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് കുറേ പ്രൈവറ്റ് സെക്ടറുകാർ കാശുണ്ടാക്കി എന്നല്ലാതെ എനിക്കിപ്പോഴും വീടുമില്ല, കൂടുമില്ല, ആഹാരവുമില്ല. അപ്പോൾ ഞാനതങ്ങ് നിർത്തി. അപ്പോൾ ഓരോരുത്തർ ഓരോ സിറ്റുവേഷൻസാണ്. ഭയങ്കര സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണെങ്കിൽ മാനേജ്മെൻറ്റിനെ ഇൻഫോം ചെയ്യുക. അപ്പോൾ ഞാനൊക്കെ കുറേ നാൾ നിന്ന് ആ സൈഡിൽ നിന്ന് ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് കണ്ടപ്പം ഇട്ടേച്ച് പോയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ആൻഡ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഈ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പം ആദ്യകാലം തൊട്ടേ നിൽക്കുന്നവരുണ്ട്. അവർ ദേ ആർ ദ ബാക്ക് ബോൺ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പുറത്തുനിന്ന് ടെക്നോളജിയൊക്കെ നന്നായിട്ട് അരച്ച് കലക്കി കുടിച്ച് അകത്തോട്ട് വരുന്നവരെ അക്സെപ്റ്റ് ചെയ്യാൻ ഈ അകത്തുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉയർച്ചയെ തന്നെ ബാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു മാനേജറിയൽ പോസ്റ്റിലൊക്കെ ആൾക്കാരെ വെക്കുമ്പോൾ അവർക്ക് പ്രത്യേക ട്രെയിനിങ്ങുകൾ കൊടുക്കണം. ചുമ്മാ നമ്മൾ ഒരാളെ പിക്ക് ചെയ്തെടുത്തു, അയാൾക്കൊരു മാനേജറിയൽ പോസ്റ്റ് കൊടുത്താൽ അതിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഇനി വരുന്നതും അവിടെ നിൽക്കുന്നതുമായ ആൾക്കാർ, ഇയാളൊരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറോ സൈക്യാട്രിയോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളതോ മാനസിക ബുദ്ധിമുട്ടോ ഉള്ളവരാണ് മറ്റൊരാളെ ടോർച്ചർ ചെയ്യുന്നതിൽ. പിന്നെ മറ്റൊരാൾക്ക് നല്ലത് കഴിയുമ്പോൾ നെഞ്ചുവേദന വരുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ ഉള്ള സ്റ്റാഫ് മൊത്തം അതതിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും. ആ സ്ഥാപനത്തിൻ്റെ ഗ്രോത്തിനെ അത് ബാധിക്കും. അപ്പോൾ പാർഷ്യാലിറ്റി, ലൈക്ക് എനിക്ക് ഒരാളോട് മാത്രം ഇഷ്ടം, മറ്റൊരാളോട് ഇഷ്ടമില്ല, ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമ്മൾ ഒത്തിരി സഫോക്കേറ്റ് ചെയ്യും. നമുക്ക് കാർഡിയാക് പ്രോബ്ലംസ് വരും. കാരണം നമ്മൾ ഒത്തിരി ഞാൻ ഒരിടത്ത് നേഴ്സിംഗ് അല്ലാതെ പല ജോലികളും അവർ പറയും, ഭയങ്കര എക്സ്പെർട്ടായിട്ട് നമ്മളതൊക്കെ ചെയ്തു വെക്കുമ്പോൾ അവർ നമുക്കൊരു അപ്രീസിയേഷനും തരുന്നില്ല, നമ്മളൊന്നും ചെയ്തതുമില്ല. നമുക്ക് തന്നിരിക്കുന്ന ജോലി നഴ്സിൻ്റെയാണ്, പക്ഷെ ബാക്കി നമ്മളൊക്കെ അവർ തരുന്ന എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ഒരിടത്തും എത്തുന്നില്ല. ഇങ്ങനെയൊക്കെ ഉള്ള വരുന്ന സാഹചര്യങ്ങളിൽ ഞാനിപ്പോൾ ഒരാളെ ഒന്ന് ജസ്റ്റ് അസസ് ചെയ്തപ്പോൾ ഭയങ്കര സിവിയർ, നമ്മുടെ തലയിലേക്ക് അനാവശ്യ ഉത്തരവാദിത്തങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മളിപ്പോൾ കുറച്ച് പൈസ കൊടുത്താൽ മതി ഒരാൾക്ക് എന്ന് വെച്ച് ഒരു അൺഅതോറൈസ്ഡ് പേഴ്സണെ പിടിച്ചൊരു ഒഫീഷ്യൽ സ്ഥാനത്തിരുത്തി അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വേദം. ഗെറ്റ് ഗുഡ് പേഴ്സണൽസ്, നല്ല വ്യക്തികളെ കൊണ്ടുവരും, നല്ല കാശ് കൊടുക്കൂ. 2000 പേർക്ക് ഒരാളെ യൂസ് ചെയ്യാൻ തക്ക രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അവർക്ക് നല്ല മാനസിക സന്തോഷവും വർക്കിംഗ് എൻവയോൺമെൻറ്റും ഉണ്ടാകുമ്പോൾ അവരെ നമുക്ക് 2000 പേർക്ക് ഒരാളെ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അത്രയും സിറ്റുവേഷനിൽ ആത്മഹത്യ ചെയ്യരുത്. നിങ്ങൾക്ക് ഇതിലും വലിയ നല്ല ജോബ്സ് കിട്ടും. ഞാൻ തെളിവാണ്. നിങ്ങൾ എന്നെപ്പോലെ ആകൂന്ന് ഞാൻ പറയല്ല, നിങ്ങൾക്ക് ഞാൻ എൻ്റെ ജീവിതം പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ നെവർ